നടി ഉർവശിയുടെയും കലാരഞ്ജിനിയുടെയും സഹോദരനാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ തരംഗമായി നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു അദ്ദേഹം അന്തരിച്ചത്. എല്ലാവർക്കും വളരെയധികം പ്രിയങ്കരനായിരുന്നു. ശരിക്കും പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുൻപ് ഇവരുടെ ഒരു സഹോദരൻ പ്രിൻസ് എന്ന വ്യക്തിയുടെ മരണത്തിന് ശേഷം എല്ലാവർക്കും വളരെയധികം പ്രിയപ്പെട്ട ഒരു സഹോദരനായിരുന്നു. അവർക്കാകെയുള്ളൊരു സഹോദരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണമാണ് ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നത്. വളരെയധികം തന്നെ ഞെട്ടിക്കുന്ന ഒരു മരണം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം ഇതായി മാറുന്നത്. കഴിഞ്ഞ ദിവസം അന്തരിച്ച റോയിയുടെ മരണത്തെക്കുറിച്ച് ഇപ്പോൾ ഒരു സംവിധായകൻ സംസാരിക്കുന്ന വാക്കുകളാണ് വൈറലാകുന്നത്. ആദ്യ വിവാഹ ബന്ധം വേർപെടുത്തി നിൽക്കുമ്പോൾ സീരിയൽ നടി രേഖയെ കമൽ വിവാഹം ചെയ്തുവെന്ന് സംവിധായകൻ പറയുന്നു. അതുപോലെ ഒരു മാധ്യമത്തിൽ ജോലി വാങ്ങിക്കൊടുക്കാൻ കൽപ്പനയുടെ ആവശ്യപ്രകാരം ആ സമയത്ത് കമലിന് വേണ്ടി ജോലി വാങ്ങിക്കൊടുത്തതും ഇതേ സംവിധായകനാണെന്ന് പറയുന്നുണ്ട്. അവിടെ ഇൻ്റർവ്യൂവിന് പോകാനുള്ള യാത്രയ്ക്കിടയിൽ ആദ്യം കമലിന് ഏൽക്കുകയായിരുന്നു. അതാദ്യം അറിയാത്ത സംഭവമാണ്. ആ സമയത്ത് തലയൂട്ടി 2 ദിവസം വരെ ഫ്രിഡ്ജിൽ വെക്കേണ്ട ഒരവസ്ഥയുണ്ടായിരുന്നു. എന്തിനാണ് അങ്ങനെ വയ്ക്കുന്നതെന്ന് ആദ്യം ചിന്തിച്ചിരുന്നു. എന്നാൽ പിന്നീടാണ് അതിൻ്റെ ഓപ്പറേഷനൊക്കെ നടത്തിയത്. ഈ സംവിധായകൻ അത് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിക്കുന്ന ഒരവസ്ഥയായിരുന്നു. അത് അപ്പോൾ തന്നെ ഫിറ്റ് ചെയ്യുമെന്ന് കരുതിയെങ്കിലും പിന്നീട് പ്രേക്ഷകർക്ക് തെറ്റുപറ്റുകയായിരുന്നു. അത് പ്രേക്ഷകരെ വളരെയധികം തന്നെ ചിന്തിപ്പിച്ച ഒരു വാർത്തയായി വേഗം മാറുകയും ചെയ്തു. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയാണ് എന്ന് തന്നെ പറയാം. ആരാധകരുടെ പ്രീതി പിടിച്ചു പറ്റിയൊരു വാർത്ത എന്നതിനേക്കാൾ ഉപരി സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ എല്ലാവരെയും കൊണ്ട് ചിന്തിപ്പിക്കുകയാണ്. ആലപ്പി അഷ്റഫ് എന്ന സംവിധായകനാണ് ഈ വാർത്തയെക്കുറിച്ച് വെളിപ്പെടുത്തുകയും ചെയ്യുന്നത്. ജീവൻ ടിവിയിൽ കൽപ്പനയുടെ ആവശ്യപ്രകാരം സമയത്തിന് എത്താൻ പോയപ്പോഴായിരുന്നു കമലിന് ഇങ്ങനൊരു അപകടം സംഭവിച്ചത്. ശരിക്കും പറഞ്ഞാൽ അന്ന് അത് നടന്നപ്പോൾ വളരെയധികം എനിക്ക് ദുഃഖമുണ്ടായി. ഞാനായിട്ട് പറഞ്ഞു പോയതാണല്ലോ. ഒരുപക്ഷെ അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ അങ്ങനൊരു അപകടം അദ്ദേഹത്തിന് സംഭവിക്കില്ലായിരുന്നല്ലോ. അതായിരുന്നു എൻ്റെ വിഷമത്തിന് കാരണം. ജീവിതത്തിൽ ആർക്കും ഒരു ഉപദ്രവം ചെയ്യാത്ത അയ്യോ പാവം മനുഷ്യനാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നത്. ആളുമാറി സംഭവിച്ചതാണ്. ആ സംഭവത്തിന് ശേഷം 6 മാസം കമൽ കോമയിലായിരുന്നു. കമലിനെ കാണാൻ ഞാൻ പോയിരുന്നു എന്ന് സംവിധായകൻ ഓർത്തു പറയുന്നു. അന്നൊരു കാര്യം കണ്ട് ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു എന്നും പറയുന്നു. കമലിൻ്റെ തലയോട്ടിയുടെ ഒരു ഭാഗം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരിക്കുന്നതാണ് കണ്ടത്. കുറച്ചുനാൾ കഴിഞ്ഞ് അത് തിരികെ വയ്ക്കുകയുള്ളൂ എന്ന് ഞാൻ അപ്പോഴാണ് അറിഞ്ഞത്. പക്ഷെ ആദ്യം എനിക്കത് കണ്ടപ്പോൾ ഒരു ഞെട്ടലുണ്ടായിരുന്നു. പ്രേക്ഷകരെല്ലാവരും ഇത് അറിയണമെന്ന് എനിക്ക് തോന്നി. അദ്ദേഹത്തിൻ്റെ മരണം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു. അന്നു മുതൽ തന്നെ അദ്ദേഹത്തിനൊരു പ്രത്യേക അവസ്ഥയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ സഹോദരിമാർക്ക് വേണ്ടി എന്ത് ചെയ്യാനും വളരെയധികം തന്നെ മുന്നോട്ട് നിൽക്കുന്നൊരു സഹോദരനായിരുന്നു അദ്ദേഹം. അങ്ങനെ ഒരു സഹോദരനെ കിട്ടാൻ തന്നെ നമ്മൾ പുണ്യം ചെയ്യണം എന്ന് വേണം പറയാൻ. പ്രേക്ഷകരും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. തലയോട്ടിയുടെ ഭാഗം 2 ദിവസം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് അങ്ങനെയൊക്കെ നടന്നത്. അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് തന്നെ ഞാൻ അപ്പോഴാണ് തിരിച്ചറിഞ്ഞതെന്ന് സംവിധായകൻ പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.